സൗദിയിലെ അൽ അസക്കടുത്ത ചരിത്ര പ്രാധാന്യമുള്ള പുരാതന തുറമുഖമാണ് അൽ ഉഖൈർ. അൽ ഉഖൈറിലേക്കാണ് ഇന്നത്തെ പെരുന്നാൾ യാത്ര. മരുഭൂമിയുടെ വരണ്ട കാഴ്ചയിൽ യാത്രക്ക് കുളിരു പകരാൻ സൈനുവിൻ്റെ മൂളിപ്പാട്ടും ഞങ്ങളുടെ കോറസും കളിയും തമാശയും ചിരിയുമൊക്കെയായി യാത്ര ഏറെ ഹൃദ്യമായി. യാത്ര പുരോഗമിക്കവേ കൂട്ടത്തിലെ ഒരു വാഹനത്തിന് വല്ലാത്തൊരു വൈക്ലഭ്യം. അങ്ങനെ വാഹനത്തിൻ്റെ ബോണറ്റൊക്കെ പൊക്കി അത് പരിഹരിക്കാനുള്ള ശ്രമമായി പിന്നീട്. ഇതിനിടെ യാത്രാസംഘത്തിലെ മൂന്നാമനും അവിടെ എത്തിച്ചേർന്നു. പുള്ളിക്ക് കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും എത്തിപ്പാടി നോക്കി എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ ഞങ്ങൾ ചരിത്രപ്രസിദ്ധമായ ഉഖൈറിലേക്ക് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഉഖൈറിൻ്റെ തീരദേശ പാതയിലൂടെ പോർട്ട് ലക്ഷ്യമാക്കി നീങ്ങി. ഈ കാണുന്നതാണ് ഉഖൈർ പോർട്ട്. കാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മറയാൻ മനസ്സില്ലാതെ അടയാളങ്ങൾ ബാക്കി വെച്ച് സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഉഖൈർ പോർട്ട്. സൗദി വിഷൻ 30യുടെ ഭാഗമായി റിനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ ഇപ്പോൾ പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. മുമ്പ് ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ അതിനകത്തെ കാഴ്ച ഇങ്ങനെയായിരുന്നു. ആധുനിക സൗദി അറേബ്യൻ ഭരണകൂടത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഔദ്യോഗികവും സുപ്രധാനവുമായ പോർട്ടാണ് അൽ ഉഖൈർ പോർട്ട്. ഇന്ത്യ, പേർഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ പുരാതന കാലത്ത് കപ്പലുകൾ ഇവിടം എത്തിയിരുന്നു. സൗദിയുടെ രൂപീകരണ ചരിത്രത്തിനും ഉഖൈറിന് ചരിത്ര പ്രാധാന്യമുണ്ട്. സൗദിയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവ് വിദേശ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിനുള്ള ആസ്ഥാനമായും ഈ പോർട്ടിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. 1915 ബ്രിട്ടനുമായി ഉഖൈർ ഉടമ്പടി ഒപ്പുവെച്ചതും ഇവിടം സാക്ഷിയാണ്. 1922 സൗദിയുടെയും ഇറാഖ്, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെയും അതിർത്തികൾ നിർണയിച്ച ഉഖൈർ പ്രോട്ടോകോൾ ഒപ്പുവെച്ചതും ഇവിടം തന്നെ. 1945 ദമാമിനടുത്ത് ദഹ്റാൻ, അബ്ഖേഖ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ എണ്ണ കണ്ടെത്തിയതോടെ വാണിജ്യ ആവശ്യത്തിനായി ദമാം പോർട്ട് നിലവിൽ വന്നതോടെ ഉഖൈറിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു. ഇസ്ലാമിക് ഓട്ടോമൻ വാസ്തുവിദ്യയിൽ തീർത്ത ഭരണകാര്യാലയങ്ങൾ, ഗോഡൌണുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി ഒട്ടേറെ ചരിത്ര സ്മാരകങ്ങൾ ഇന്നലെയുടെ കഥ പറയാൻ ഇന്നും ഉഖൈറിലുണ്ട്. വിഷൻ 30ൻ്റെ ഭാഗമായിക്കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി അവയെല്ലാം കഥ പറയാൻ നാക്കുമായി നാളെ നമ്മെ കാത്തിരിക്കും. രാത്രിയുടെ മറപ്പറ്റി മണൽ കടത്തുന്ന മണൽ മാഫിയ. ബീച്ചിലെത്തിയ ഞങ്ങൾ ക്രിക്കറ്റ് പരീക്ഷണത്തിലേർപ്പെട്ടു. ക്രിക്കറ്റ് കളി ഇങ്ങനെയും കളിക്കാമെന്ന് ഞങ്ങൾ തെളിയിച്ചു. കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പലരും ബാറ്റ് പിടിക്കുന്നത് നന്നായിരുന്നു. കളി നിയമങ്ങൾ ഇടയ്ക്കിടെ പരിഷ്കരിച്ചു കൊണ്ടേയിരുന്നു. തുടർന്ന് കളിയിലെ ക്ഷീണം തീർക്കുവാനുള്ള മത്സരമാണ് വേദിയിൽ അരങ്ങേറിയത്. കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആണെങ്കിലും പുള്ളിയുടെ ബിരുദം ഉള്ളിവട്ടിലാണെന്ന് തോന്നുന്നു.